ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു മത്സരം കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. എനിക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനോടാണ്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പല ആരാധകരും എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് നെഗറ്റീവ് അടിക്കുകയാണ്. ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന് പല ആളുകളും പറയാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളെ ആരാധകരിൽപ്പെട്ട ചില ആളുകൾ, എല്ലാവരും വേണമെന്ന് ഞാൻ പറയില്ല, നമ്മളെ ആരാധകരിൽപ്പെട്ട ചില ആളുകളാണ്. കാരണം എത്ര പരാജയപ്പെട്ടു എന്ന് കണ്ടാലും പിന്നെയും സ്റ്റേഡിയത്തിൽ പോയി മത്സരങ്ങൾ നമ്മുടെ ആരാധകരിൽ പലരും പിന്നെയും സ്റ്റേഡിയത്തിൽ പോയി മത്സരങ്ങൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറയും അത് നമ്മുടെ ടീമല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ശരിയാണ്, നമ്മളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസാണ്. പക്ഷേ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷേ നമ്മളെ കയ്യിലുള്ള നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ ഒരു റിട്ടേണും തരാത്ത ഒരു മാനേജ്മെൻറ്റിന് കാഴ്ചവെക്കുന്നത്? അല്ലെങ്കിൽ ഒരു അവരുടെ ഭാഗത്തു നിന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള റിട്ടേൺസും തരാത്ത മാനേജ്മെൻറ്റിന് എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇതെന്നെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കണ്ടപ്പോൾ പല ആളുകളും കമ്പാരിറ്റീവ്ലി ഫാൻസ് കുറവായിരുന്നെങ്കിൽ കൂടി കുറച്ച് ഫാൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. എന്തിനാണ് നിങ്ങൾ ഈ ഫാൻസിൻ്റെ കൂട്ടത്തിൽ നിന്നും വളരെ ദൂരം താണ്ടി വരുന്ന പല ആളുകളും ഉണ്ടാകും. എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്നത്? ഈ മാനേജ്മെൻറ്റ് നമ്മളെ മാക്സിമം യൂസ് ചെയ്യുകയാണെന്ന് നമ്മുടെ ഫാൻസിൽ പല ആളുകളും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അവർ പിന്നെയും പോയി സ്റ്റേഡിയത്തിൽ പോയി മത്സരങ്ങൾ കാണുന്നു. സ്റ്റേഡിയത്തിൽ പോയി മത്സരം കാണുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് നമ്മളെ യൂസ് ചെയ്യുകയാണ്. കാരണം ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും അറിയാം, ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മൾ കേരളക്കാരുടെ ഒരു ഇമോഷനാണ്. ആ ഇമോഷൻ വെച്ച് ബിസിനസ് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. ഒരു നല്ല ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കറില്ല. വിക്ടർ പർട്ടോമിയോ പോലുള്ള സ്ട്രൈക്കറാണ് നമുക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. വിക്ടർ പർട്ടോമിയോക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ആകെ നേടിയത് അദ്ദേഹം ഒരു ഗോളാണ്. അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് ഇത്രയും മത്സരങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ആകെ ഒരൊറ്റ ഗോൾ മാത്രമാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ സ്റ്റേഡിയത്തിൽ പോയി കളി കാണാതിരിക്കുക. നിങ്ങളുടെ വീട്ടിലിരുന്ന് കളി കാണുന്നതാണ് നിങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നതിനേക്കാളും നല്ലത്. കാരണം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ക്യാഷെങ്കിലും ലാഭിക്കാൻ പറ്റും. സോ അങ്ങനെ 43-ാം മിനിറ്റിൽ ഇമ്രാൻ ഖാന്റെ ഗോളിലൂടെ ചെന്നൈയിൻ FC കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. സോ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. നിങ്ങൾക്കെന്താണ് ചെന്നൈയിൻ FC vs കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കണ്ടതിന് ശേഷം തോന്നിയതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.